ശ്രീ വിനു കിരിയത്ത് ഇന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. അത് ദിലീപിന്റെ തോന്നൽ മാത്രമാണ്. പോലീസിന് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിരുന്നു, അതനുസരിച്ചാണ് പ്രതി ചേർത്തത്. അന്വേഷണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. പ്രോസിക്യൂഷനും നല്ല രീതിയിലാണ് കോടതിയിൽ തെളിവുകൾ ഹാജരാക്കിയത്. പക്ഷേ വിധി മറിച്ചായി പോയി. പക്ഷേ അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന്, അതായത് ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് പ്രോസിക്യൂഷൻ ദിലീപിനെതിരെ. ആ സമയമാണല്ലോ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് ദിലീപ് തുടർച്ചയായിട്ട് കാര്യങ്ങൾ പറയുന്നത്. തന്നെ കുടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത്. അതിൽ കേരള പോലീസിന്റെ ഒരു കഥ, അതൊരു മെനഞ്ഞെടുക്കൽ കഥയായിരുന്നു എന്നാണ് ദിലീപിന്റെ വാദം. ഇരവാദത്തിന് ഇപ്പോൾ പ്രസക്തിയുണ്ടോ? ഇവിടെ നമ്മുടെ നിയമത്തിൽ നമുക്ക് സാധ്യതയുള്ള കാര്യങ്ങളാണ്. നമുക്ക് മേൽക്കോടതിയിൽ പോകാം, അത് പ്രതി എന്ന് ആരോപിക്കുന്ന ആൾക്കും പോകാം, വാദി എന്ന്. ഇവിടെ ദിലീപ് നിരപരാധിയാണ്, അപ്പോൾ പിന്നെ പ്രതി എന്ന് പറയാൻ പറ്റില്ല. സോ പുള്ളിയുടെ ജീവിതത്തിൽ സംഭവിച്ച നെഗറ്റീവ്സ്, അതായത് 87 ദിവസം ജയിലിൽ കിടന്നു, പുള്ളിയുടെ കരിയറിനെ ബാധിച്ചു, ഇതൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്ക് മാനനഷ്ടത്തിന് പുള്ളി ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കുമല്ലോ പുള്ളി മാനനഷ്ടത്തിന് പോകുന്നത്. അതേസമയം നമ്മുടെ ഇരയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയൊരു അറിയാതെ വായിന്ന് ഇവരുടെയൊക്കെ പേര് നമ്മുടെ വായിന്ന് വരരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിങ്ങനെ വിഴുകുകയാണ് ഈ ഇരയുടെ പേര്. അതേസമയം പുരുഷൻ്റെ പേര് ഇവിടെ പുറത്ത് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു ഇന്നാരാണെന്നുള്ളത്. അത് നമ്മുടെ നിയമമാണ്. എന്തായാലും ഇത് മേൽക്കോടതിയിൽ ദിലീപ് ഒരുപക്ഷെ ശിക്ഷിച്ചിരുന്നെങ്കിലും ദിലീപ് പോകും. തോറ്റ സ്ഥിതിക്ക് അതിജീവിത പോകും എന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ. നമ്മുടെ നിയമം അങ്ങനെയാണ്. നമുക്ക് കോടതികൾ നമ്മുടെ തീരുമാനങ്ങൾ അന്തിമമാണ്. പക്ഷെ നമുക്ക് തന്നെ നിയമമുണ്ട് മേൽക്കോടതിയിൽ പോകാമെന്ന്. അതുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സർക്കാരൊപ്പമുണ്ട്. തീർച്ചയായിട്ടും എപ്പോഴും അങ്ങനെയാണല്ലോ. പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണല്ലോ. ആ പ്രോസിക്യൂഷന് വിശ്വാസമുണ്ടെങ്കിൽ അവർ മേൽക്കോടതി പോട്ടെ, പോകും. അതിജീവിതയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ. ഇപ്പോൾ ഞാൻ കേട്ടിടത്തോളം ഭയങ്കരമായിട്ട് ഡെസ്പാണെന്നൊക്കെ പറയുന്നു. അത് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേൾവിയില്ലാത്തൊരു പീഡനം നടന്നു എന്നുള്ളതിൽ നമുക്ക് ആർക്കും യാതൊരു സംശയമില്ല. 6 പേർക്ക് ശിക്ഷ കിട്ടി. ഇവിടെ ഗൂഢാലോചന എന്ന് പറഞ്ഞത് ആര് എന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച എന്ന് ഞാൻ പറയില്ല. അവർക്ക് കിട്ടിയ തെളിവുകളെല്ലാം കേൾക്കുമ്പോൾ കോടതിക്ക് ഇതൊന്നും പോരാൻ തോന്നിയാൽ പിന്നെ എന്ത് പറ്റാൻ പറ്റും? ചിലപ്പോൾ ഇത് മറ്റൊരു കോടതിയിൽ വരുമ്പോൾ വ്യത്യാസം വരും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും വലിച്ച് നീട്ടരുത്. ഇപ്പം തന്നെ 8.5 വർഷം കഴിഞ്ഞു. ഇനിയും ഇത് നീണ്ടു പോയാൽ അത് ഇത്തരം കേസുകൾക്ക് ഞാൻ പല ചാനലിലും ആവർത്തിച്ചതാണ്, ഒരു ടൈം ലിമിറ്റ് വയ്ക്കണം നീതിക്ക് വേണ്ടിയിട്ടുള്ളത്. അത് ഇരുകൂട്ടർക്കായാലും. എന്തിനാണ് ഇത്ര പേരുടെ ജീവിതമാണ് ഇതുകൊണ്ട് ഇങ്ങനെ ടെൻഷനല്ലേ? ലൈഫ് മുഴുവൻ ഇങ്ങനെ ഒരു കേസും എന്നുകൊണ്ട് പോകുമ്പോൾ നമ്മൾ കോടതിയിലാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞാൽ നമുക്കൊന്നും ഒരു 8.5 ദിവസം പോലും ജയിലിൽ കിടക്കാൻ പറ്റില്ല. ഇത് ഈ കേരള പോലീസ് കെട്ടിച്ചമച്ച ഒന്നാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തിന് കെട്ടിച്ചമയ്ക്കണം? ഈ ദിലീപിനെ പോലെ ഉള്ള ഒരാളെ പിടിച്ച് ജയിലിലിടാൻ മാത്രം എന്തായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്? അത് മാത്രമല്ല സർക്കാരിന് മോശമാകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ദിലീപ് എന്ന നടനെ പിടിച്ചകത്തിട്ടു എന്നൊക്കെ പറയുമ്പോൾ അതാണല്ലോ ഇപ്പോൾ ദിലീപ് അനുകൂലികൾ കൂടുതലായിട്ടും പറയുന്നത്. അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലും കെട്ടിച്ചമച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പോലീസിന് നമ്മൾ നാൾ വഴിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ പറ്റുന്ന അവർക്ക് കിട്ടിയ എവിഡൻസുകൾ ഓരോന്ന് ഇങ്ങനെ ഏണിയും പാമ്പും പോലെയാണ്. അവിടെ പോകും, തിരിച്ചു വരും, ഇവിടെ പോയി എവിഡൻസിന് വേണ്ടിയിട്ട് അവർ കുറേ കഷ്ടപ്പെട്ടു. നീതി ആ കുട്ടിക്ക് മേടിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്, അല്ലാതെ ദിലീപിനെ കൊടുക്കണം എന്നല്ല. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. നീതി അതിജീവിതയ്ക്ക് കിട്ടണം, പക്ഷേ അത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. എന്നാൽ ഗൂഢാലോചന എന്ന് മഞ്ജു വാര്യർ പറഞ്ഞപ്പോൾ അത് ആരെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി ദിലീപിൻ്റെ പുറകെ പോയി. ഇപ്പോൾ നമ്മളൊരു വിഗ്രഹമോഷണം പോയാൽ സ്റ്റീഫൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. അയാൾ പണ്ടൊരു കള്ളനായിരുന്നുകൊണ്ട് അയാളുടെ പുറകെ വേറെ ഏതാണ് യഥാർത്ഥ റൂട്ട് കണ്ടെത്തണം. ആ റൂട്ട് കണ്ടെത്താനും അതിലുപരി ആദ്യം പൾസർ സുനി പറഞ്ഞ മാഡത്തെ ഇന്നും കണ്ടെത്തിയിട്ടില്ല. അതിൽ നിന്നാണല്ലോ തുടക്കം. ആ മാഡം ആർക്കാണ് കൊട്ടേഷൻ കൊടുത്തത്? അത് ദിലീപിനെതിരെ കൊടുത്തതാണോ തിരിച്ചു കൊടുത്തതാണോ എന്നുള്ളത് അറിയാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഒരുപക്ഷെ CBI പോലുള്ളവരുടെ കയ്യിൽ കിട്ടിയാൽ പൾസർ സുനി അത് പറയുകയും ചെയ്യും. പൾസർ സുനി ദിലീപിൻ്റെ പേര് ഒരു ചാനലിലും പറഞ്ഞിട്ടുമില്ല. പുള്ളി പലയിടത്തും അല്ലാതെ പറഞ്ഞു എന്ന് കേൾക്കുന്നു. മൊഴിയിൽ പറഞ്ഞിട്ടില്ല. അല്ല, ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ദിലീപാണ് കൊട്ടേഷൻ നൽകിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണല്ലോ ഈ കത്തിന്റെ കാര്യമൊക്കെ മാധ്യമങ്ങളോടെ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും അന്വേഷണ ഉദ്യോഗസ്ഥരോ കോടതിയിലോ പറഞ്ഞിട്ടില്ല. ഈ ചാനൽ പറയുന്നതൊന്നും കോടതി മുഖവിലയ്ക്ക് എടുക്കില്ലല്ലോ. എന്താണ് പോലീസിന് കിട്ടിയ ഇൻഫർമേഷൻ അതനുസരിച്ചല്ലേ നമ്മുടെ നിയമങ്ങൾ അങ്ങനെയാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നമുക്ക് തോന്നും അയ്യോ ഇത്രയൊക്കെ ആയിട്ട് എന്തുകൊണ്ടെന്നുള്ളത്. ഓരോ കോടതിക്കും അവരുടേതായിട്ടുള്ള, പിന്നെ നമ്മൾ ആരും ഇതിൻ്റെ വിധി പകർപ്പ് കണ്ടിട്ടില്ല. 12-ാം തീയതി എന്താണ് ജഡ്ജി എഴുതിയിരിക്കുന്നത് നമുക്ക് 12-ാം കാരണം എന്താണ്, അതായത് ഈ ഗൂഢാലോചന എന്തുകൊണ്ട് വെറുതെ വിട്ടു, ഗൂഢാലോചന കുറ്റം എന്തുകൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് 12-ാം തീയതി അറിയാൻ കഴിയുകയുള്ളൂ. മഹേഷ്, അതിനിടെ ദിലീപ് ഇങ്ങനെ